2 ദിവസം ഇല്ലായിരുന്നു. ഞാൻ പറഞ്ഞിട്ടാണ് പോയത്. എനിക്ക് നമ്മുടെ ജോലി സംബന്ധമായിട്ട് നിയമസഭയ്ക്ക് ഉള്ള ഒരു ഫ്രീ വന്നപ്പോഴത്തേക്ക് നേരത്തെ കൊടുത്തതാണ്. അവിടെ പോയിട്ട് തിരിച്ചു വന്നു, അത്രേ ഉള്ളൂ. പിന്നെ നിങ്ങളുടെ ഈ കരുതലിന് എനിക്ക് വളരെ സന്തോഷമുണ്ട്. കൊല്ലത്തുനിന്ന് ഞാൻ ഇങ്ങോട്ട് മാറുമ്പോഴത്തേക്ക് ഇത്രയും സ്നേഹവും ഇത്രയും നമ്മളില്ലാതെ കൊല്ലം ഇല്ല, അത്രേ ഉള്ളൂ. അപ്പൊ ഇന്ന് രാവിലെ ലണ്ടനിൽ നിന്ന് ഒരാൾ എന്നെ വിളിച്ചു, സംസ്ഥാന സമ്മേളനത്തിന് പോകുന്നില്ലേ? ഞാൻ പറഞ്ഞത് ഞാൻ പൂയപ്പള്ളിയിലെ ബ്രാഞ്ച് സെക്രട്ടറിയാണ്. ഞാൻ പറഞ്ഞു എന്താണ് ലണ്ടനിൽ പോയത്? ജോലി. ഞാൻ പറഞ്ഞു ജോലിയാണ് ഞാനും പോയത്, ഇന്ന് വരും, അത്രേ ഉള്ളൂ. ജോലിക്കൊരു പ്രാധാന്യം കൊടുക്കണം, അതുകൊണ്ടല്ലേ ജീവിതമാർഗമല്ലേ. അല്ല, അത് അറിഞ്ഞൂടാത്തത് കൊണ്ടാണ്. കാരണം ഇവിടെ സംസ്ഥാന സമ്മേളനം പ്രതിനിധികളാണ്, മെമ്പർമാരാണ്. ഞാൻ മെമ്പറല്ല. അപ്പോൾ എനിക്ക് അതിൻ്റേതായിട്ടുള്ള പരിമിതികളുണ്ട്. പക്ഷേ ഞാൻ ലോഗോ പ്രകാശനത്തിനുണ്ടായിരുന്നു. ഇൻ്റർനാഷണൽ കബഡി മത്സരം ഇതിനോടൊപ്പം നടന്നത്. ശ്രീലങ്കയിൽ നിന്ന് വന്ന ടീമിന് ഏറ്റവും നല്ല ഫസ്റ്റ് പ്രൈസ് കൊടുത്തത് ഞാനാണ്. ഓമാധവൻ ഫൗണ്ടേഷനാണ്. ട്രോഫി കൊടുത്തത് ഞാനാണ്. ഇതിൽ കൂടെ നമ്മളെന്തോ ചെയ്യാൻ? പിന്നെ ഇനി ഒരുപാട് ഉണ്ട്. അടുത്ത മാസം 3 ദിവസം ചെന്നൈയിലാണ്, 2 ദിവസം മൈസൂരിലാണ്. ഏപ്രിൽ 22 മുതൽ MLA-മാരുടെ ഒരു ടൂറ് കാശ്മീർ, ഡൽഹി, ഹൈദരാബാദ് എല്ലാം കൂടെ ഒന്ന് അറിയിപ്പിക്കുകയാണ് കാര്യം. ആ സമയത്ത് ബേളം ഉണ്ടാക്കുന്നത്. താങ്ക് യു വെരി മച്ച്. 30 കൊല്ലത്തിന് ശേഷമാണ് സമ്മേളനം കൊല്ലത്ത് വരുന്നത്. ഒരു ഇടതുപക്ഷ മനസ്സുള്ള ഒരാൾ, ആ ഒരു വിശ്വാസി എന്ന നിലയിൽ എന്താണ് ഫീലിംഗ്? അത് കൊല്ലം ഇളക്കി മറിക്കുകയാണ്. അതെല്ലാം അറിയാം. ഇതിന്റെ പിന്നിൽ എന്താണെന്നും നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ഇത്രയും ഗംഭീരമായിട്ട് നടക്കുമ്പം എന്തെങ്കിലും ഒരു സംഭവം കിട്ടുമോ? തീർന്നു. ഗോവിന്ദ മാഷ് പറഞ്ഞപ്പോൾ തന്നെ തീർന്നു. പിന്നെ ഞാൻ ഒന്നുകൂടെ പറയുകയാണ്, ഇത്രയും ഗംഭീരമായിട്ടുള്ള ഒരു സമ്മേളനം തീർച്ചയായിട്ടും നമുക്ക് കൊല്ലംകാർക്ക് അഭിമാനിക്കാം. ഇനി ആര് എതിർ രാഷ്ട്രീയമാണെങ്കിൽ പോലും നമ്മുടെ കൊല്ലത്ത് ഇങ്ങനെ ഒരു കെട്ടുറപ്പോടെ ഇത്രയും സംഘടനാ ശക്തിയോടുകൂടി എല്ലാവർക്കും സന്തോഷം തരുന്ന ഒരു വലിയ സമ്മേളനം തന്നെയാണ്. അതിനകത്ത് ഒരുപാട് എന്താ പറയുന്നത് ശുഭസൂചനകളുണ്ട്. ആ സൂചനകൾ ഞാനിപ്പോൾ പറയുന്നില്ല. നന്ദി. പിന്നെ എവിടെ കാണും? താങ്ക് യു. സ്ഥലം MLA എന്തുകൊണ്ട് പങ്കെടുക്കുന്നില്ല, അതിന്റെ സംഘാടനത്തിൽ പോലും എന്തുകൊണ്ട് മുകേഷ് ഇല്ല എന്നുള്ള ചോദ്യങ്ങളൊക്കെ ചർച്ചകളൊക്കെ വന്നിരുന്നു. നിങ്ങൾ തെരഞ്ഞോളൂ എന്നായിരുന്നു CPM സംസ്ഥാന സെക്രട്ടറിയുടെ മറുപടി. ഇപ്പോൾ മുകേഷ് സംസ്ഥാന സമ്മേളനത്തിലേക്ക് എത്തുകയാണ്. സംസ്ഥാന സമ്മേളനം ആ വേദി അവിടെ എത്തുന്നു. മുകേഷ് പറഞ്ഞ ഒരു കാര്യം വളരെ കറക്റ്റാണ്. അവിടെ പ്രതിനിധികൾക്ക് മാത്രമാണ് സമ്മേളനത്തിൽ പങ്കെടുക്കാൻ കഴിയുന്നത്. ഇദ്ദേഹം പാർട്ടി മെമ്പർ പോലുമല്ല. ഇനി എല്ലാ പാർട്ടി മെമ്പർമാർക്കും സംസ്ഥാന സമ്മേളനത്തിൽ പങ്കെടുക്കാൻ കഴിയില്ല. ജില്ലകളിൽ നിന്ന് തെരഞ്ഞെടുത്ത് വരുന്ന സംസ്ഥാന സമ്മേളന പ്രതിനിധികൾക്ക് മാത്രമാണ്, പിന്നെ അത് അല്ലാതെയുള്ള പ്രത്യേക ക്ഷണിതാക്കൾക്ക് മാത്രമാണ് സമ്മേളനത്തിൽ അങ്ങനെ പ്രതിനിധിയായി പങ്കെടുക്കാൻ കഴിയുന്നത്. മുകേഷ് പ്രതിനിധി അല്ലാത്തത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന് പങ്കെടുക്കാൻ കഴിയില്ല. പക്ഷേ അതൊന്നും അല്ല കാര്യം. 2 തവണയായി കൊല്ലത്ത് നിന്ന് ജയിക്കുന്ന MLA കഴിഞ്ഞ പ്രാവശ്യം പാർട്ടി ചിഹ്നത്തിലാണ് മുകേഷ് മത്സരിച്ച് ജയിച്ചത്. അങ്ങനെയുള്ള ആൾ ഇതിന്റെ സംഘാടനത്തിൽ, ഇപ്പോൾ ഈ കൊല്ലത്ത് ഇത്രയും വലിയൊരു സമ്മേളനം നടത്തുന്നതിന് സംഘാടക സമിതി, അതിനകത്തുള്ള എത്രയെങ്കിലും നൂറുകണക്കിന് ആളുകൾ, അവരൊന്നും ഈ സമ്മേളനത്തിൽ പ്രതിനിധികളല്ല. അവരിൽ ഒരാൾ എന്തുകൊണ്ട് മുകേഷ് ആയില്ല എന്നുള്ളത്, അതിന്റെ മുന്നിൽ നിൽക്കുന്ന ഒരാളായി എന്തുകൊണ്ട് മുകേഷ് ഈ ദിവസങ്ങളിൽ അവിടെ ഉണ്ടായില്ല എന്ന ചോദ്യമാണ് മാതൃഭൂമി ന്യൂസ് ആണ് ഇത് ആദ്യമായിട്ട് ഉന്നയിക്കുന്നത്. അതിനെ ഒരു തരത്തിൽ പരിഹസിക്കുന്ന ഒരു നിലപാടാണ് മുകേഷ് സ്വീകരിച്ചത്. അത് അദ്ദേഹത്തിന്റെ സ്വാതന്ത്ര്യമാണ്. പക്ഷേ ഇതിനകത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്, ഇങ്ങനെയുള്ള ഒരു വലിയ സമ്മേളനം അവിടെ നടക്കുമ്പോൾ, 95-ന് ശേഷം അവിടെ 2025-ൽ ഈ സമ്മേളനം നടക്കുമ്പോൾ അതിന്റെ മുൻനിരയിൽ സംഘാടനത്തിന് എന്തുകൊണ്ട് മുകേഷ് ഉണ്ടായിരുന്നില്ല? AK സ്റ്റെഫൻ നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സ്റ്റെഫൻ, എന്തുകൊണ്ട് ഉണ്ടായിരുന്നില്ല എന്ന് ചോദിക്കുമ്പോൾ ജോലിയാണ്, ജോലി തിരക്കാണ് എന്നാണ് മറുപടി. പക്ഷേ അപ്പോഴും ഈ നേരത്തെ ഇപ്പോൾ രാജീവ് സൂചിപ്പിച്ചതുപോലെ ഇത്രയും വലിയൊരു സമ്മേളനം അവിടെ കൊല്ലത്ത് നടക്കുകയാണ് വർഷങ്ങൾക്കിപ്പുറം. അപ്പോൾ അതിനൊരു സംഘാടനത്തിൽ പോലും അവിടെ പോലും 2 തവണ MLA ആയ സ്ഥലം MLA ആയ മുകേഷിന്റെ പേര് എന്തുകൊണ്ട് ഇല്ല എന്നുള്ള ചോദ്യം, അതിന് മറുപടി ഉണ്ടോ? ആര്യ, ഏതായാലും മുകേഷിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഈ പറഞ്ഞ ന്യായീകരണങ്ങൾ പറഞ്ഞ് മുന്നോട്ട് പോകാനേ കഴിയുകയുള്ളൂ. ഏതായാലും ഈ മുകേഷ് സംഘടനത്തിലില്ലാത്തതിനും അതോടൊപ്പം തന്നെ ഈ സമ്മേളനത്തിൻ്റെ തുടക്ക പൊതുയോഗത്തിലൊന്നും തന്നെ വരാത്തതിനും ഒരു കാരണമേ ഉണ്ടായിരുന്നുള്ളൂ. മുകേഷും പാർട്ടിയും തമ്മിൽ അത്ര നല്ല സ്വരച്ചേർച്ചയിലല്ല ഇപ്പോൾ എന്നുള്ളത് വ്യക്തമാക്കിയിട്ടുണ്ട്. കാരണം പലപ്പോഴും പല സമ്മേളനങ്ങൾ അല്ലെങ്കിൽ പല പാർട്ടി പരിപാടികളിലൊന്നും തന്നെ മുകേഷ്
ഇല്ലാത്തൊരു സ്ഥിതി കഴിഞ്ഞ കുറേ നാളുകളായുണ്ട്. മുകേഷ് ഇപ്പോൾ അകത്ത് പോയതിനു ശേഷം അദ്ദേഹത്തിൻ്റെ വാഹനം പുറത്തേക്ക് റോഡിലേക്ക് പോകുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഒരു വലിയ എതിർപ്പ് പാർട്ടി ജില്ലയിലെ പാർട്ടി നേതൃത്വത്തിനെങ്കിലും മുകേഷുമായി ബന്ധപ്പെട്ട് ഉണ്ട്. അത് തന്നെ ആയിരിക്കാം ഈ മുകേഷ് ഇവിടെ എത്തുന്നതിന് ആ ഒരു വിലക്കിനൊക്കെ തന്നെ കാരണമായിട്ടുള്ളത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതോടൊപ്പം എല്ലാ MLA-മാരുടെയും എല്ലാ നേതാക്കളുടെയും എല്ലാം ഒരു ഫേസ്ബുക്ക് അക്കൗണ്ടെങ്കിലും നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ സമ്മേളനവുമായി ബന്ധപ്പെട്ട പോസ്റ്റുകളും അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഏറ്റവും കൂടുതലായി ഇപ്പോൾ ഈ സമ്മേളന കാലത്തെങ്കിലും അവരൊക്കെ ഇടുന്നത്. പക്ഷേ മുകേഷിൻ്റെ ആ ഫേസ്ബുക്ക് അക്കൗണ്ട്, സമൂഹമാധ്യമ അക്കൗണ്ട് നോക്കിയാൽ പോലും നേരത്തെ മുകേഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ആ കബഡി ചാമ്പ്യൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് അത് O മാധവൻ ഫൗണ്ടേഷൻ, അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ പേരിലുള്ള ഫൗണ്ടേഷനാണ്, അത് ആ ഒരു പരിപാടി മാത്രമേ മുകേഷ് ഫേസ്ബുക്കിൽ പോലും ഇട്ടിട്ടുള്ളൂ. അതിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാണ് എത്രത്തോളം ഈ സമ്മേളനവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം സജീവമായിരുന്നു എന്നുള്ളത്. അങ്ങനെ ഒഴിവൊഴിവ് പറയുക മാത്രമാണ്. കാരണം പല ആരോഗ്യ പ്രശ്നങ്ങളുള്ള പാലോളി മുഹമ്മദ് കുട്ടിയെ പോലുള്ള വലിയ സീനിയറായിട്ടുള്ള നേതാക്കൾ പോലും ആ തുടക്ക സമ്മേളനത്തിൽ വന്നിരുന്നു, ആ പൊതുയോഗത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി വന്നിരുന്നു. പക്ഷേ മുകേഷിൻ്റെ ഒരു അസാന്നിധ്യം അത് വലിയ തോതിൽ ചർച്ചയായി. മാതൃഭൂമി ന്യൂസ് അടക്കമുള്ള മാധ്യമങ്ങൾ അതെല്ലാം തന്നെ ചർച്ച ചെയ്തിരുന്നു. അതിനെ തുടർന്ന് ഒരു മനമാറ്റം പാർട്ടിയിൽ, സ്ഥലം MLA കൂടിയാണ് അദ്ദേഹം, വരാതിരുന്നു കഴിഞ്ഞാൽ അത് പാർട്ടിക്കും ഗുണകരമാവില്ല. പ്രത്യേകിച്ചും ഇങ്ങനൊരു വലിയ സമ്മേളനം കൊല്ലത്ത് നടക്കുന്നു, 30 വർഷങ്ങൾക്ക് ശേഷം ഒരു സമ്മേളനം നടക്കുന്നു. അതുകൊണ്ട് തന്നെ മുകേഷ് വരാതിരുന്നു കഴിഞ്ഞാൽ അത് പാർട്ടിക്കും ഒരു തരത്തിൽ ക്ഷീണമുണ്ടാക്കുമെന്ന് പാർട്ടി നേതൃത്വം തിരിച്ചറിയുന്നു. അതുകൊണ്ടാണ് മുകേഷ് ഇപ്പോൾ ഇങ്ങോട്ടേക്ക് എത്തിയിരിക്കുന്നതെന്ന് നമുക്ക് നിസ്സംശയം പറയാം. ഒപ്പം തന്നെ ഇപ്പോൾ നടക്കുന്നത് പ്രതിനിധി സമ്മേളനമാണ്. ഇപ്പോൾ നേതാക്കളെയൊക്കെ കാണണമെങ്കിൽ മുകേഷിന് കുറച്ച് നേരവും കൂടി, മണിക്കൂറുകൾ, ഏതാണ്ട് 1-2 മണിക്കൂറുകൾ കൂടി അവിടെ വെയിറ്റ് ചെയ്താൽ മാത്രമേ മുകേഷിന് മറ്റ് പ്രധാനപ്പെട്ട നേതാക്കളോ സംസ്ഥാന സെക്രട്ടറിയോ ഒക്കെ കാണുന്നതിന് വേണ്ടി കഴിയുള്ളൂ. മുകേഷ് ഒരു സാന്നിധ്യം ഉറപ്പാക്കുന്നതിന് വേണ്ടി ഇവിടെ വന്നതിന് അപ്പുറത്തേക്ക് മറ്റൊന്നും തന്നെ ഇല്ല എന്നുള്ളതാണ്. നാളത്തെ ഏതായാലും സമ്മേളനത്തിൽ, പൊതു സമ്മേളനത്തിൽ, അവസാന സമ്മേളനത്തിൽ അദ്ദേഹം പങ്കെടുക്കുമെന്നുള്ളതാണ്. ഈ സംസ്ഥാന സമ്മേളനവുമായി ബന്ധപ്പെട്ട ലോഗോ പ്രകാശനം, അതാണ് അവസാനം ഇതുമായി ബന്ധപ്പെട്ട് മുകേഷ് MLA പങ്കെടുത്ത ചടങ്ങ്. അപ്പൊ നേരത്തെ രാജീവ് പറഞ്ഞു പ്രതിനിധിയല്ല, പ്രത്യേക ക്ഷണിതാവല്ല, പക്ഷെ എന്നാലും ഉദ്ഘാടന സെഷനൊക്കെ പങ്കെടുക്കാമല്ലോ. ഉദ്ഘാടന സെഷനിൽ പ്രത്യേകമായി ഈ ഇങ്ങനെ പ്രതിനിധികളോ പ്രത്യേക ക്ഷണിതാക്കളോ അല്ലാത്തവരെയും CPM വിളിക്കാറുണ്ട്. അത് ചില മാധ്യമ മേധാവികളെ, അങ്ങനെയുള്ള പല ആളുകളെയും വിളിക്കാറുണ്ട്. സാംസ്കാരിക പ്രവർത്തകരെ ഒക്കെ വിളിക്കുന്നു. അങ്ങനെയുള്ളവർ ഈ സമ്മേളനത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. കൊല്ലം സമ്മേളനത്തിന്റെ ഉദ്ഘാടന സമ്മേളനത്തിൽ അങ്ങനെ CPM ഈ സംഘാടക സമിതി, CPM പാർട്ടി എന്ന നിലയിൽ പലരെയും വിളിച്ചിട്ടുണ്ട്. അവരെല്ലാം വന്ന് പങ്കെടുത്തിട്ടുണ്ട്. എന്നിട്ടും മുകേഷ് എന്തുകൊണ്ട് അവിടെ ഉണ്ടായിരുന്നില്ല? ഇപ്പോൾ ഇത്രയും വലിയൊരു സമ്മേളനം അവിടെ നടക്കുമ്പോൾ ഈ പ്രസ്ഥാനവുമായിട്ടും പാർട്ടിയുമായിട്ടും ഒരു ബന്ധവുമില്ലാത്ത രീതിയിൽ എനിക്ക് വേറെ ജോലിയുണ്ടെന്ന് പറഞ്ഞ് പോകുന്ന ആളാണോ മുകേഷ്? അങ്ങനെ പോകാൻ കഴിയില്ല. അപ്പോൾ മുകേഷിനെ അവിടെ ഉണ്ടാകണ്ട എന്ന് പാർട്ടിക്കും, അല്ലെങ്കിൽ പാർട്ടിക്ക് താല്പര്യമില്ല എന്നുള്ളത് മനസ്സിലാക്കി മുകേഷും അവിടെ നിന്ന് മാറിയുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. അദ്ദേഹത്തിനെതിരെ ഉണ്ടായ ഒരു പരാതിയിൽ അദ്ദേഹത്തിനെതിരെ ചില നടപടികൾ ഉണ്ടായി എന്നതുള്ളതിന്റെ പേരിൽ തന്നെയാണ് പാർട്ടിയും മുകേഷും ഇങ്ങനെ ഒരു തീരുമാനമെടുത്തത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല.